പ്രിയമുള്ള സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇൻഫോ മീഡിയ വ്ളോഗിൻ്റെ വളരെ സന്തോഷം നൽകുന്ന ഒരു അറിയിപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനൊക്കെ വാങ്ങിക്കുന്ന എല്ലാ ആളുകളും ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം. നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ്റെ അറിയിപ്പ് മുൻപ് തന്നെ നമ്മൾ നൽകിയിരുന്നു. ക്ഷേമ പെൻഷൻ വാങ്ങാനൊക്കെ ആയിട്ട് വളരെയധികം ആളുകൾ കാത്തിരിക്കുകയാണ്. കാരണം തുക പറഞ്ഞ സമയത്തൊന്നും തുക എത്തിയില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇന്ന് 30-ാം തീയതിയാണ്. ഞാൻ മുൻപ് തന്നെ നിങ്ങളോട് ഒരു കാര്യം അറിയിച്ചിരുന്നു. ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക്, അതായത് 2000 രൂപ വീതമുള്ള വർദ്ധിപ്പിച്ച തുക വാങ്ങുന്ന ആളുകൾക്ക് തുക എപ്പോഴായിരിക്കും ലഭ്യമാകുക എന്നുള്ളത്. മുൻപ് സംസ്ഥാന സർക്കാർ പറഞ്ഞിരുന്ന സമയത്തിൽ നിന്നും അത് മാറ്റം വരുന്ന സാഹചര്യമുണ്ടായി. പ്രത്യേകിച്ച് പറഞ്ഞിരുന്ന 25-ാം തീയതി തുക ലഭിക്കും എന്നായിരുന്നു. പക്ഷേ ആ തുകയുടെ വിതരണത്തിൽ കാര്യമായ മാറ്റം ഉണ്ടാകുന്ന ഒരു അവസ്ഥ വരികയും ചെയ്തു. ഈ ഒരു പശ്ചാത്തലത്തിൽ വളരെയധികം ആളുകൾ ചോദിച്ചിരുന്നു, തുക ഇനിയും മാറ്റം ഉണ്ടാകുമോ, അതോ ഈ പറയുന്ന ഡേറ്റിൽ തന്നെ തുക ലഭിക്കുമോ എന്നുള്ളൊരു കാര്യം. ഇപ്പോഴതിന് ഒരു തീരുമാനമായിരിക്കുകയാണ്. ക്ഷേമ പെൻഷൻ്റെ 2 മാസത്തെ തുക, അതായത് മാർച്ച് മാസത്തിലെയും അതുപോലെ തന്നെ ഏപ്രിൽ മാസത്തിലെയും കൂടെ കൂട്ടിയുള്ള തുകയുടെ വിതരണമാണ് ആരംഭിക്കുന്നത്. തുക ഞാൻ മുൻപ് തന്നെ പറഞ്ഞിരുന്നു, 31-ാം തീയതിയാണ് സർക്കാർ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ 2 മാസത്തെ തുക വരുന്നതുകൊണ്ട് തന്നെ ഒരു ദിവസം മുമ്പേ തന്നെ തുകയുമായി ബന്ധപ്പെട്ടുള്ള വിതരണം ഉണ്ടാകുമെന്നുള്ളതാണ്. നമുക്ക് ഇപ്പോൾ വരുന്ന അറിയിപ്പുകൾ അനുസരിച്ച് തുകയുടെ വിതരണം ഇന്ന് ഏതെങ്കിലും ഒരു സമയം മുതൽ തന്നെ തുടങ്ങും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പായിട്ട് നമുക്ക് ലഭിക്കുന്നത്. നമുക്കറിയാം, വിഷു, ഈസ്റ്റർ സമ്മാനമായിട്ടുള്ള 2000 രൂപയും കൂടാതെ തന്നെ മാർച്ച് മാസത്തിലെ അതാത് മാസത്തിലുള്ളതിൽ വെച്ച് മാർച്ച് മാസത്തിലെ ക്ഷേമ പെൻഷനും ചേർത്ത് 4000 രൂപ നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ നടപടി വിതരണങ്ങൾ ഇന്ന് മുതൽ തന്നെ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ വരുന്ന വിവരം. പക്ഷേ ശ്രദ്ധിക്കുക, പല ആളുകളും പക്ഷേ തുക 2000 രൂപ വന്നതിന് ശേഷം എനിക്ക് 2000 കിട്ടിയുള്ളൂ, ബാക്കി കിട്ടിയിട്ടില്ല, ബാക്കി തുക ഈ പ്രാവശ്യം അടുത്ത മാസമായിരിക്കും, അടുത്ത മാസം പകുതിയോടുകൂടിയോ അല്ലെങ്കിൽ സാധാരണ 20-ാം തീയതി വിതരണം ചെയ്യുന്നതോടുകൂടിയോ ആയിരിക്കുമെന്ന് പല ആളുകളും സംശയം ചോദിക്കാൻ സാധ്യതയുണ്ട്. എല്ലാവരും മനസ്സിലാക്കുക, തുക ഒറ്റയടിക്ക് 4000 രൂപയായിട്ടായിരിക്കില്ല നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുക. അത് 2 ഗഡുക്കളായിട്ടായിരിക്കും. ഇപ്പം ഇന്ന് രാവിലെ ഒരു 12 മണിക്കോ 1 മണിക്കോ ഒരു 2000 രൂപ ഇട്ട് കഴിഞ്ഞാൽ, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നിക്ഷേപിച്ച് കഴിഞ്ഞാൽ അടുത്ത ഗഡു തുക ചിലപ്പോൾ ഒരു 4-5 മണിക്കൂറിന് ശേഷമായിരിക്കും വിതരണം ചെയ്യുന്നത്. അപ്പോൾ 2 സമയം കൊണ്ട്, ഒരു ദിവസത്തിലെ 2 സമയം കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ദിവസത്തെ ഗ്യാപ്പിൽ 2 സമയം കൊണ്ടായിരിക്കാം തുക ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുക. പക്ഷേ നേരിട്ട് കൈകളിലേക്ക് വാങ്ങുന്ന ആളുകൾക്ക് ഉള്ള തുകയുടെ വിതരണം ഒറ്റത്തവണയായിട്ടായിരിക്കും. അത് 2 തവണ വീടുകളിലെത്താനുള്ള സഹകരണ സംഘം ഉദ്യോഗസ്ഥരുടെ ബുദ്ധിമുട്ടുകൾ കാരണം 2 തവണ വിതരണം ചെയ്യാതെ ഒറ്റത്തവണയായിട്ട് തുക നിങ്ങളുടെ ബാങ്ക് കൈകളിലേക്ക് എത്തുന്ന രീതിയിലായിരിക്കും വിതരണം ഉണ്ടാകുക. ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. ക്ഷേമ പെൻഷൻ്റെ വിതരണം ഇന്ന് മുതൽ തന്നെ ഉണ്ടാകും. 31-ാം തീയതിയാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ ഇന്ന് മുതൽ തന്നെ തുകയുടെ വിതരണം ഉണ്ടാകും. കിട്ടിയ ആളുകൾ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുകയും ചെയ്യുക.